തിരുവോസ്തിയുമായി നദിയിൽ ഉയർന്നു നിന്ന മത്സ്യങ്ങൾ. 1348 സ്പെയിനിലെ അൽബോറായിലെ ആശ്രമ ദേവാലയം. ആ ആശ്രമത്തിലെ ഒരു വൈദികൻ കഴുതപ്പുറത്ത് അതിവേഗം യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന് കിടപ്പിലായ 3 രോഗികൾക്ക് ദിവ്യകാരുണ്യം കൊടുക്കണം. പോകുന്ന വഴി അദ്ദേഹത്തിനൊരു നദി കടക്കണം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കഴുതയുടെ കാൽ വഴുതി കഴുതയോടൊപ്പം പുരോഹിതനും താഴെ വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ തിരുവോസ്തി ജലത്തിലൂടെ ഒഴുകിപ്പോയി. നിസ്സഹായനായ പുരോഹിതൻ നദിക്കരയിലിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ കരഞ്ഞു നിലവിളിച്ച് അദ്ദേഹത്തിനടുത്തേക്ക് വന്നു. അവർ ആ വൈദികനോട് പറഞ്ഞു, ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 മീനുകൾ എന്തോ ചുണ്ടിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് തിരുവോസ്തികളായിരുന്നു. ഇത് കേട്ട പുരോഹിതൻ തൻ്റെ ആശ്രമത്തിലേക്ക് ഓടി കുസ്തോതിയുമായി തിരികെ വന്നു. വൈദികൻ തൻ്റെ കയ്യിലിരിക്കുന്ന കുസ്തോതി നദിയിലേക്ക് നീട്ടിയപ്പോൾ മീനുകൾ തിരുവോസ്തി കുസ്തോതിയിൽ നിക്ഷേപിച്ചിട്ട് തിരികെ പോയി. ഇന്ന് ആ അത്ഭുതം നടന്ന സ്ഥലത്ത് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. തിരുവോസ്തിയിൽ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ ആഴിയിലും ഊഴിയിലും ആകാശത്തിലും വസിക്കുന്ന സർവ്വജീവജാലങ്ങളോടും ചേർന്ന് ഞങ്ങളും അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.